പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വണ്ടി കൊടുക്കുന്ന കാര്യമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. വണ്ടി കൊടുത്തതല്ല, വണ്ടി നമ്മൾ കൊടുത്തിട്ട് വേറെ എക്സ്ചേഞ്ച് ചെയ്ത് എടുത്തായിരുന്നു ഗൈസ്. അപ്പോൾ അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെടുത്ത വണ്ടി നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ വേറൊരു വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ V3 കൊടുത്തായിരുന്നു. V3 കൊടുത്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ വേറൊരു വണ്ടി എടുത്തായിരുന്നു. അത് നമ്മൾ യൂസ്ഡ് ബൈക്ക് തന്നെയാണ് ഗൈസ് എടുത്തത്. അപ്പോൾ അതിന്റെ വീഡിയോ നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. കുറേ നാളായി ഗൈസ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ആ വണ്ടിയുടെ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. എനിക്ക് അടിക്കാൻ പറ്റും. അത് പുതിയത് എടുത്തതായിരുന്നു ഗൈസ്. നമ്മൾ ഫസ്റ്റാണ് V3 എടുത്തത്. V3 നമ്മൾ ഫസ്റ്റ് എടുത്ത വണ്ടിയാണ് ഗൈസ്. അപ്പോൾ അത് നമ്മൾ ഇത്ര ഇതായതുകൊണ്ട് അത് ഭയങ്കര മെനിയാണ് ഗൈസ്. അതിനകത്ത് പുറയിലൊന്നും കയറാനും ഒന്നും പറ്റത്തില്ല. അച്ഛനും അമ്മയ്ക്കും ആർക്കും കയറാനൊന്നും ഭയങ്കര പാടൊക്കെ. ആകെ വീട്ടിൽ ആ ഒരു വണ്ടിയുള്ളൂ. അപ്പോൾ അത് നമുക്ക് കുറേ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ ഒറ്റയ്ക്ക് സിംഗിളായിട്ട് പോകുന്നതുകൊണ്ടൊക്കെ വാങ്ങിച്ചത്. പിന്നെ ഇപ്പം അങ്ങനെ ബൈക്കിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല ഗൈസ്, കുറഞ്ഞു. അങ്ങനെ നമുക്ക് എന്തായാലും വീട്ടിൽ തൽക്കാലത്തിനൊരു വണ്ടി വേണം. അപ്പോൾ അത് കൊടുത്തിട്ട് നമുക്ക് അവരെയും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഒരു വണ്ടി നമ്മളിപ്പം എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ വണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് വീഡിയോ ഗൈസ്. അപ്പം പൾസർ 125 ആണ് ഗൈസ് നമ്മൾ എടുത്തിട്ടുള്ളത്. സെക്കൻഡ് തന്നെയാണ് ഗൈസ്. സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് വണ്ടിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. വണ്ടി നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളെടുത്തപ്പം 25 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. പറഞ്ഞു കൊടുക്കണ വണ്ടി അതാണ്. നമ്മൾ എടുത്തിട്ടുള്ളത് പൾസറാണ് ഗൈസ്. പൾസർ 125 ആണ് ഗൈസ്. ഇത് കുറച്ച് സെക്കൻഡ് ആണെങ്കിലും അധികം പഴക്കമില്ലാത്ത വണ്ടിയാണ് ഗൈസ്. ഇവിടെ ആകെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ ഈ ലൈറ്റിൽ ചെറിയൊരു പവറിലുണ്ട്. ഇതല്ലാതെ വണ്ടിക്ക് വേറെ യാതൊരു പ്രശ്നമില്ല. ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. നമ്മൾ മാറാൻ വേണ്ടിയിട്ടാണ്. ഫുള്ളായിട്ട് തന്നെ മാറിയാൽ അത് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെ ആയിട്ടാണ് സ്ക്രാച്ച് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഫുള്ളായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ അത് നമ്മൾ കൈയോടെ ഉടനെ മാറുന്നതായിരിക്കും. പിന്നെ വേറെ അത്യാവശ്യം വേറെ കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. കൈപ്പിക്ക് ഓണാക്കണ്ടായി. വണ്ടി ഓണാക്കി. വണ്ടി ഓണാക്കാതല്ലേ സൗണ്ട് കേൾക്കും. അതെ, ഈ വണ്ടി അങ്ങനെ ഉണ്ടോ? ഇവനാണ് കരഞ്ഞവൻ. V3 കൊടുത്തപ്പോ കരഞ്ഞ് മെഴുകിയവനവൻ. അത് വണ്ടി കൊടുത്തിട്ട് വേറെ വണ്ടി ഒന്നും വരത്തില്ലെന്ന് വിചാരിച്ചില്ലേ? സ്റ്റാർട്ടാക്ക് വണ്ടി. ഏടാ ഇത് ബ്രേക്ക്. പിടിച്ചു വെച്ചോണ്ടിരുന്നിട്ട് ചക്കായിരുന്നു. വണ്ടിക്ക് ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. ഈ ലൈറ്റിൽ ഇവിടെ എന്തോ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറ്റില്ല. ഇതപ്പോൾ നമുക്ക് എന്തായാലും മാറണം. ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പമില്ല. വണ്ടി ബാക്കിയല്ലോ ഓക്കെയാണ് ഗൈസ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് വണ്ടി? V3 കൊടുത്തപ്പോൾ മുടിഞ്ഞ കരച്ചിലായിരുന്നു ഗൈസ്. വണ്ടിയെ കയറിയിരുന്നല്ലേ കരച്ചിലായിരുന്നു. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഗൈസ് ഈ ടയറും ചേഞ്ച് ചെയ്യണം ഗൈസ്. ടയർ ഇവർ കട്ട ടയറാണ് ഇട്ടിട്ടുള്ളത്. അത് അവിടെ നിന്ന് കിട്ടിയതുകൊണ്ട് ഈ ടയർ വണ്ടിക്ക് കുറച്ച് പ്രശ്നമുണ്ട്. ഓടിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ആ കട്ട ടയർ ഇതിന് പാടാം. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പോലെ ഒരു ഇതുണ്ട്. അത് ടയറിൻ്റെ പ്രശ്നമാണ്. ഫ്രണ്ട് ടയർ പിന്നെ കുഴപ്പമില്ലല്ലോ, ഓക്കെ.
പിന്നെ സീറ്റിംഗ് ഒക്കെ ഞാൻ വിചാരിച്ചു സെക്കൻഡൊക്കെ ഓരോ വണ്ടികൾ പോകുമ്പോൾ സീറ്റൊക്കെ ഭയങ്കര മോശമായിരിക്കും ഗൈസ്. പക്ഷേ സീറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സീറ്റൊന്നും ഒരു കുഴപ്പമില്ല. എൻ്റെ വണ്ടി അതുപോലെയായിരുന്നു ഗൈസ്. എൻ്റെ വണ്ടിയിലും കൊടുത്തപ്പോഴൊക്കെ സീറ്റൊക്കെ അടിപൊളിയായിരുന്നു. ഏറ്റവും കൂടുതൽ വണ്ടി സൂക്ഷിക്കുന്നവർക്ക് അറിയാൻ പറ്റും സീറ്റ് പക്കായിട്ട് ഇരിക്കണം. പൂച്ച കയറിയും അങ്ങനെ മാന്തി പറിക്കാനൊക്കെ സാധ്യതയുണ്ട് ഗൈസ്. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കുന്നവരേറെ കൂടുതലും വണ്ടി സൂക്ഷിക്കുന്നവരായിരിക്കും. കളറും ബ്ലാക്ക്. പക്ഷെ അന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഒരു റെഡ് പോലെയൊക്കെ ഇല്ല തോന്നി. ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. ബ്ലാക്ക് ആയിരുന്നു. ബ്ലാക്ക് എന്തായാലും എനിക്കിഷ്ടപ്പെട്ട ബ്ലാക്ക് ആ കളർ. നമ്മുടെ ഇത് 3ാമത്തെ വണ്ടിയാണ് ഗൈസ്. ഫസ്റ്റ് വണ്ടി CT100. ഫസ്റ്റ് വണ്ടി CT100 ആയിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് V3 എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് സ്വന്തമായിട്ട് ഒരു വണ്ടി എടുക്കുന്നത് V3. ഇത് സെക്കൻഡും പിന്നെ മറ്റേ CT100 സെക്കൻഡായിട്ട് എടുത്തത്. നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട് എടുത്തത് V3 ആയിരുന്നു ഗൈസ്. പിന്നെ അതങ്ങനെ ഒരുപാട് കൊണ്ടു നടക്കുന്ന കുറച്ച് ഇതുകൊണ്ടാണ് ഗൈസ് നമ്മൾ കൊടുത്തത്. കുറേയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതും കൊണ്ട് നടക്കുന്നതൊക്കെ കുറച്ച് പാടാണ് ഗൈസ്. അതുകൊണ്ട് ഇത് കുഴപ്പമില്ല. ഇതിപ്പോൾ 2 ആഴ്ചയായി ഗൈസ് മേടിച്ചിട്ട്. ഞാൻ ഇപ്പോഴേ വീഡിയോ എടുക്കുന്നത്. ഇതുവരെ അമ്മയും കയറിയിട്ടില്ല, അച്ഛനും കയറിയിട്ടില്ല. മറ്റേത് കൊടുപ്പിക്കുകയും ചെയ്ത്. കുഴപ്പമില്ല, കൊടുത്തത് നന്നായി. കണ്ടില്ലേ ഈ സാധനങ്ങളൊക്കെ വളർന്നു വരുന്നത്. ഇമാര് ആ വണ്ടി മറിച്ചിട്ടാണ് ഗൈസ് സൈഡിൽ സ്റ്റാൻഡിൽ നിന്ന്. ഇവൻ ചാടി ചെന്ന് കയറിയിട്ട് വണ്ടി സൈഡിലോട്ട് ചരിഞ്ഞൊരൊറ്റ വീഴ്ച. മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇവൻ്റെ മണ്ടേ കിടന്നല്ലേ വണ്ടി ഗൈസ്. പിന്നെ ഈ വണ്ടികളിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ ഈ ബാഗൊന്നും ഇഷ്ടമല്ല ഗൈസ്. പിന്നെ ഈ തേയിലും ഇങ്ങനെ ടൈലടി ഇങ്ങനെ ഇരിക്കുന്നത് ഇതൊക്കെ ഭയങ്കര ബോറാണ് ഗൈസ്. പിന്നെ ഈ ചെയിൻ്റെ കവറ്, ഈ ചെയിൻ കവർ വരുന്നത്, പിന്നെ ഈ സ്റ്റെപ്പ് പോലത്തെ ചവിട്ടിയിരിക്കുന്ന സാധനം, ഇങ്ങനെ ഈ സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല ഗൈസ്. പ്രത്യേകിച്ച് ഏറ്റവും ബാഗൊക്കെ. എൻ്റെ മീറ്ററൊക്കെ വരുന്നത് ഇങ്ങനെയാണ് ഗൈസ്. പിന്നെ മറ്റേ നമ്മുടെ V3 പോലൊന്നും ഉള്ള പവറും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ എത്ര കൈ കൊടുത്താലും എഴയുവാണ് ഗൈസ് വണ്ടി. 125 ആയതുകൊണ്ടാണ് ഇത്ര നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ഒരു ഇതില്ല. ഇനി അത് ഓടിച്ചിട്ട് ഇതിലോട്ട് പിന്നെ മാറിയത് കൊണ്ടായിരിക്കും ഉള്ള വ്യത്യാസമായിരിക്കും. ഗൈസ്, അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.